Hi all, welcome to CC Plus. ഞാൻ അനന്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോദയ എക്സാമിന്റെ മെന്റൽ എബിലിറ്റി ടോപ്പിക്കിലാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാം മെന്റൽ എബിലിറ്റി പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണല്ലേ. നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കാണ് മെന്റൽ എബിലിറ്റി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതേപോലെ നിങ്ങൾ ഇപ്പോൾ സാർ ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു 20 ക്വസ്റ്റ്യൻസ് എടുത്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസും എല്ലാ പ്രാവശ്യവും ഒരേ ചാപ്റ്ററിൻ്റെ അല്ല. ഇപ്പോൾ ഒരു ദിവസം ഓടുമാർ ഔട്ട് ആണെങ്കിൽ അടുത്തത് ഫിഗർ മാച്ചിങ് ആയിരിക്കണം, അടുത്തത് പാറ്റേൺ കംപ്ലീഷൻ ആയിരിക്കണം, അങ്ങനെ വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ CC പ്ലസിൽ 2026 നവോദയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സിലബസ്, നിങ്ങൾക്ക് എന്ത് സിലബസ് ആണ് വേണ്ടത്. അവർ പറയും നമുക്ക് 5ലുള്ള എല്ലാ സിലബസും ഉണ്ടെന്ന്, പക്ഷെ 5ൽ കൂടുതൽ നമുക്ക് വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ലെവലിൽ. അപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം എടുത്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെയാണ് നമുക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാനായിട്ട് പേഴ്സണലി ഒരു മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾ ചോദിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അവരോട് പറയാൻ റെഡി ആയിരിക്കും. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞു തരുന്നത് അത് കറക്റ്റായിട്ട് കേട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോർ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ നമുക്ക് വർക്ക്ഷീറ്റ് ബുക്കുണ്ട്, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. അതേപോലെ ലൈവ് ക്ലാസ്സും ആ ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി സെറ്റാണ്. അപ്പം നമുക്ക് ആ ഒരു 80 റാങ്കിലേക്ക്, ആ 80ക്കുള്ളിൽ വരാനുള്ള ഒരു എന്താ പറയുക, ഒരു ഇതായിട്ടുണ്ട്. നമ്മൾ അതിൽ പ്രാപ്തരാണ്. 80 റാങ്കിൽ നമ്മൾ വരും നല്ല പോലെ പഠിച്ചാൽ. വെറുതെ കണ്ടുപോയല്ല കേട്ടോ. മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി തന്നെ ചെയ്ത് പഠിക്കണം. എഴുതി ചെയ്ത് പഠിക്കണം. മെന്റൽ എബിലിറ്റി നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി, നോക്കി ടിക്കറ്റ് പോകാം. പക്ഷേ മാത്സ് എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റ്യൻ തന്നെ ഈ ആഴ്ച ചെയ്തത് അടുത്ത ആഴ്ച ഒന്നും കൂടെ നോക്കണം, ഇല്ലേ നമ്മൾ വിട്ടുപോകും. നമുക്ക് December 13 ആണ്. പണ്ട് January വരെ സമയം ഉണ്ടായിരുന്നു. ഇപ്പം December 13 എക്സാമാണ്. സോ നമ്മൾ അത്രയും പെട്ടെന്ന് അത് കൈകാര്യം ചെയ്തു പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാറ്റേൺ കംപ്ലീഷൻ ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഫിഗർ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പൊ ഇതിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിൽ ഏത് വരുമെന്ന് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഏതാണ് ഈ 4 എണ്ണത്തിൽ ആൻസർ ഫിഗർ ആയിട്ട് വരിക. നോക്കിക്കേ, ഇവിടെ രണ്ട് സൈഡിലും ആ ഒരു ക്രോസ് വരുന്നുണ്ട്. സോ ഇവിടെ ഒരു ക്രോസ് വരണം. ഇവിടെ 2 എണ്ണം ഉള്ളിലേക്കാണ് വന്നത്. സോ ഇവിടെയും ഉള്ളിലേക്ക് വരണം. ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കുള്ളത് ഓപ്ഷൻ ഡിയിലാണ്. എ വരാത്തതിന് കാരണം ഇതിന്റെ ഡോട്ട് വരുന്നത് ഇവിടെയാണ്. നമുക്ക് സെയിം ലെവലിലാണ് ആര് വരേണ്ടത്, ഡോട്ട്സ് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ഡി എടുത്തത് കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അടുത്തത് നമ്മൾ വരയ്ക്കാനുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിനെ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുവാണത്, ഇങ്ങനെ ഒരു സ്ക്വയർ പോകുന്നുണ്ട്. ആ സ്ക്വയറിനെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്തു, എല്ലാ സെന്ററിൽ നിന്നും നമുക്ക് ഓരോ ലൈൻസ് പോകുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ലൈനും കൊടുത്തു. ഇത് എവിടെയാണ് വരുന്നത് എന്നതാണ് നമ്മളുടെ ചോദ്യം. ഇവിടെ നോക്കിക്കേ, വി ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുമുണ്ട്. സോ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾക്ക് വരച്ച് നോക്കി ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരയ്ക്കാൻ പറ്റും പിള്ളേരെ കേട്ടോ. അതേപോലെ നമ്മുടെ ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഒരു എക്സാം ഫീൽ വരുന്നത്, നമ്മുടെ ഒരു മോക്ക് എക്സാം ഉണ്ടാവും. നമ്മുടെ മെയിൻ എക്സാമിന് മുമ്പ് ഒരു ഓഫ്ലൈൻ മോക്ക് എക്സാം നമ്മൾ CC പ്ലസ് ടീം നടത്തും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അതേപോലെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ എക്സാം എങ്ങനെയാ, OMR എക്സാം ആണല്ലേ. OMR എക്സാം ആണ്. അപ്പൊ ഈ OMRൽ എങ്ങനെ മാർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇവിടെ നോക്കിക്കേ, നമുക്കിതേ ഇങ്ങനെ ഒരു റൗണ്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ഡോട്ട്, അടുത്തതിലൊരു റൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഡോട്ട് വരുന്നുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ആ ഒരു ഹാഫ് സർക്കിൾ ഇങ്ങനെ വന്ന് മുട്ടണം. കണ്ടോ, മുട്ടി. ഇനി എന്ത് ചെയ്തു, ഇവിടെ ഒരു ഡോട്ട് ഉണ്ടല്ലേ, അപ്പൊ അത് ഇവിടെയും വരണം. സോ അവിടെ വന്നു. ഇനി നോക്കിയേ, ഒരു സൈഡ് പ്ലെയിൻ വന്നു. അപ്പൊ അടുത്ത സൈഡ് എങ്ങനെയാ വന്നേ, ഷെയ്ഡഡ് ആയിട്ട് വന്നു. അപ്പൊ ഷെയ്ഡഡ് ആയിട്ട് വരണം. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് എവിടെയുള്ളതെന്ന് നോക്കിയേ, ഡോട്ട്സ് ഉള്ള 2 ആൾക്കാരേ ഉള്ളൂ. അതിലിവിടെ ഷെയ്ഡഡ് ഇല്ല. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്ക് സർക്കിളിലാണ് കേട്ടോ പിള്ളേരെ തന്നിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ ഒരു സർക്കിൾ വന്ന് മുട്ടുന്നുണ്ടേ.
സർക്കിൾ ഉണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്തുണ്ട്, അത് ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരണം, ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരണം. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് വന്നു. ഈ ഒരു റെഡ് ലൈൻ ഈ ഒരു സർക്കിളിന്റെ ആണ് കേട്ടോ, വന്നു. ഇനി നമുക്ക് എന്തുണ്ട്, ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ടല്ലേ. അപ്പൊ ഇതേപോലെ ലൈൻസ് ഇവിടെയും പോകണ്ടേ. നോക്കിയേ, ആദ്യത്തെ ഒരു ലൈൻ ഇങ്ങനെ വന്ന് ഇവിടെ ടച്ച് ചെയ്തു. രണ്ടാമത്തേത് എങ്ങനെയാ, ജസ്റ്റ് അതിന്റെ താഴേന്ന് ഇങ്ങനെ വന്ന് ടച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് വരിക? അതെ, ശരി, നമ്മുടെ പോർഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെ വന്നേക്കുക. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഒരാളുണ്ട്, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും. അപ്പൊ ഏതാണ് നമുക്ക് ആൻസർ വരുന്നത് നോക്കിക്കേ. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബിയും ഉണ്ട് ഈ രീതിയിൽ വരുന്നത്. ബി വരത്തില്ല, സിയിലാണെങ്കിലോ വരത്തില്ല. അപ്പൊ നമുക്ക് ഏത് നോക്കാം. നോക്കിക്കേ, ഏതായിരിക്കും ഇതിൽ വരിക. നമുക്ക് ഈ ഒരു ലൈൻ പോന്നിരിക്കുന്നത്, ഈ ഒരു ലൈൻ പോന്നിരിക്കുന്നത് ഈ ഒരു എഡ്ജിലാണ്, ഈ ഒരു പോയിന്റിലാണ്. അങ്ങനെ പോയിന്റിൽ വന്ന ഒരാൾ ദേ ഇവിടെയുണ്ട്. ഇനി അടുത്ത കുഞ്ഞു ലൈൻ അതിന്റെ പുറകിലാണ് വരേണ്ടത്, ഇവിടെ ഫ്രണ്ടിൽ കയറി വന്നു. സോ ഇത് നമുക്ക് പറ്റില്ല. നമുക്ക് ഏത് ആൻസർ വരും? ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ആളെന്തോ അതിനെ നേരെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഇവിടെ നേരെ മിറർ ഇമേജ് കണ്ടു. ശരിക്കും പറഞ്ഞാൽ എന്താ ഇത്, മിറർ ഇമേജ് അപ്ലൈ ചെയ്ത് വെച്ചേക്കുക അല്ലേ. അപ്പൊ ഇയാളെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എവിടെയുള്ളത്? ഇത് രണ്ടും കറക്റ്റ് ലെവലിൽ വരണം. ഒന്നുകൂടെ നോക്കി, ഇത് കണ്ടോ, ഇത് രണ്ടും കറക്റ്റ് ലെവലിൽ വരണം. അപ്പൊ ഇതും ഇവിടെ ഒരു ലെവലിലായിട്ട് വരണം. ഇങ്ങനെ ആയിരിക്കണം ആ ലൈൻ വരേണ്ടത്. അപ്പൊ നോക്കി, ഇങ്ങനെ ഒരു ലൈൻ വരുന്നത് എവിടെയൊക്കെയുള്ളത്? ഡിയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. ബാക്കി രണ്ടും നമ്മൾ കട്ട് ചെയ്തു. ഇനി നോക്കി, ഇത് രണ്ടും ഒരേ ലെവലിൽ വരണ്ട. അപ്പൊ മുകളിലായിട്ട് വരണം. പക്ഷെ ഇത് താഴെയല്ലേ, ഇതാണെങ്കിലോ മുകളിലാണ്. സോ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് പറയാൻ കഴിയൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ട്, ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ആളെ എടുത്തു, അടുത്ത ആളെയും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു സ്ക്വയർ വരച്ചു. അപ്പൊ നമുക്ക് ഇതിൽ ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, ഇങ്ങനെ ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ നോക്കി, ഇവിടെ ഇത് അടുത്തേക്ക് കയറി വന്നു, ഇവിടെ സർക്കിൾസിന്റെ എണ്ണം കൂടി, ഇവിടെ വേറൊരു സ്ക്വയർ വന്നു. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും സ്ക്വയർ തന്നെ. നിങ്ങളോട് സ്ക്വയർ, ട്രയാങ്കിള് അല്ലെങ്കിൽ റെക്ടാങ്കിള്, സർക്കിൾ ഇതൊക്കെയാണ് ചോദിക്കത്തുള്ളൂ. വേറെ ഫിഗേഴ്സ് അങ്ങനെ ചോദിച്ചു കാണാറില്ല കേട്ടോ. സർക്കിളിലൊക്കെ തന്നെ പല രീതിയിൽ പല ഷേപ്പുകൾ ഇതിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് തരും. അപ്പൊ ഇതിൽ നോക്കിയേ, ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിനുള്ളിൽ വേറൊരു സ്ക്വയറും കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, വേറൊരു സ്ക്വയർ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇവിടെ ഒരു സൈഡിലേക്കേ ക്രോസ് ഉള്ളൂ, അപ്പുറത്തെ സൈഡിൽ ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ ഇല്ല. സോ നമുക്ക് ഇവിടെ വേണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ആൻസർ വരും? ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും കേട്ടോ. നമ്മുടെ CC+ ബാച്ച് ക്ലാസ്സിലെ കുട്ടികളെല്ലാം അടിപൊളിയായിട്ട് ഇതൊക്കെ ചെയ്യും. അപ്പൊ എല്ലാവരും വേഗം ബാച്ച് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് ഇത്ര മിനിറ്റ് കൊണ്ട്, ഇപ്പൊ 25 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഫുൾ 40 ക്വസ്റ്റ്യൻസും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുവാണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ വരിക. ജോയിൻ ചെയ്യാനുള്ള നമ്മുടെ സ്ക്രോളിൽ ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സ്ക്വയറിൽ തന്നെ വരുന്ന ഒരാളാ. ഉള്ളിൽ നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ ഒരു സ്ക്വയറും വരുന്നുണ്ട്. പിന്നെ എന്താ, ഇവിടെ വലിയൊരു സ്ക്വയർ ഉണ്ട്, വലിയൊരു സ്ക്വയറിനെ നമ്മൾ ഇവിടെ വരച്ചു. ഇനി എന്തുണ്ട്, ഒരു ചെറിയ ലൈനും കൂടെ ഉണ്ട്. അതിൻ്റെ ചുറ്റും ആയിട്ട് എന്തുണ്ട്, ഒരു സർക്കിളും കൂടെ, ഒരു ഹാഫ് സർക്കിളും കൂടെ, ഇങ്ങനെ ഒരു പോർഷനും കൂടെ ഉണ്ട്. അപ്പൊ ഇതെവിടെ വരും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് നോക്കിക്കേ, മുകളിലും താഴെയും സർക്കിൾസ് വരണം. മുകളിലും താഴെയും ഇവിടെ ഇല്ല. ഇനി നോക്കിക്കേ, നമുക്കിവിടെ രണ്ട് ലൈൻസ് മാത്രമേ വരാവുള്ളൂ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ വേറൊരു ഷേപ്പ് ഉണ്ട്. സോ ആൻസർ എന്തായിരിക്കും? നോക്കിക്കേ, ഒരു സർക്കിൾ വന്നു, ഇങ്ങനെ ഒരു എൽ ഷേപ്പ് വന്നു, രണ്ട് ലൈൻസ് വന്നു, ഇവിടെ ഒരു സർക്കിൾ വന്നു. സോ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതേപോലെ തന്നെയാണ്. എന്ത്, ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കുക, റൗണ്ട് കൊടുത്തു, ഇവിടെ നിന്നൊരു ലൈൻ, ഇവിടെ നിന്നൊരു ലൈൻ. അപ്പൊ ഇത് എവിടെയാണ് ഓപ്ഷനിലുള്ളത്? ഓപ്ഷൻ 3 മാത്രമേ നമുക്ക് ആ ഒരു സൈഡിലായിട്ടുള്ളൂ അല്ലേ. ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മുടെ
കഴിഞ്ഞ വർഷത്തെ 2025 എന്താ പറയുക മികച്ച വിജയം കാഴ്ചവെച്ച കുട്ടികൾ തന്നെ പറയേണ്ടി വരും. കാരണം ഇവരെല്ലാം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന് പഠിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഇരുന്ന് പഠിച്ചതുപോലെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് പിള്ളേരെ, നിങ്ങളത് പ്രയോഗിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആരും അത് പുറത്തെടുക്കണില്ല, കുറച്ച് മതി എന്നുള്ള ചിന്തയിൽ ഇരിക്കുക. അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എടുക്കുക, നിങ്ങൾ മാക്സിമം കൊടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റാങ്കിൽ കയറാൻ പറ്റും. അപ്പം ഇത്രയും ആൾക്കാരെ പ്ലസ് ഇപ്പോഴും നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 170+ ആണ്. ഇപ്പം പറഞ്ഞു വരുമ്പോൾ നമുക്ക് 180 അടുത്തോളം റിസൾട്ട് ഈ പ്രാവശ്യത്തെ നവോദയക്ക് ഉണ്ട്. നമുക്ക് ഈ പിന്നെയും നവോദയയിലേക്ക് പോകുന്നത് അവിടെ വേക്കൻസി വരുമ്പോഴാണ്. ചില കുട്ടികൾക്ക് ഇപ്പോൾ റാങ്ക് പാസ്സായെങ്കിലും എന്ത് ചെയ്യാം, അവിടെ വേക്കൻസി വരും. ചിലപ്പോൾ അവർ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും റൂറൽ അർബൻ മാറിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ അഡ്മിഷൻ്റെ വേക്കൻസി വരും. അപ്പോൾ 81ാമത് നിൽക്കുന്ന ആൾ അവർ വിളിക്കും. അപ്പോൾ അതേപോലെ വരണമെങ്കിൽ കൂടി നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല മാർക്ക് എത്തണം. അപ്പോൾ ഇവരെല്ലാം ഇവിടുത്തെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും പറയുന്ന കേട്ട് പഠിച്ച മിടുക്കന്മാരും മിടുക്കികളുമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും ഇതേപോലെ വിജയികൾ എന്ന് പറഞ്ഞ് വെക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളുടെ പേരൻസിനും അതെന്താ വലിയൊരു ആഗ്രഹം തന്നെയായിരിക്കും. എൻ്റെ മക്കൾ നവോദയയിലാണ് പഠിക്കുന്നത്, അവരുടെ ഭാവിയൊക്കെ സെറ്റാണ്, ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് ചിന്തിക്കും അവർ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. CC+ൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നവോദയയുടെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വരാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.